ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് ഒരു നാരങ്ങ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് വന്നത് കേട്ടോ. എല്ലാവരുടെ കയ്യിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഇതുകൊണ്ട് എന്തൊക്കെയാണ് ഉപയോഗിക്കുന്നതെന്ന് എനിക്ക് അറിഞ്ഞില്ല. മകൻ കൊണ്ടുവന്ന് വെച്ചൊരു തൈയാണ്. അതിൽ ആദ്യമൊന്നുമല്ല കേട്ടോ അത് പറിക്കുന്നത്, പഴുത്തിട്ട് ആദ്യമാണ് പറിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ സീഡ്ലെസ് എന്നൊക്കെ പറയാമെന്നല്ലാണ്ട് എനിക്കിതിനെക്കുറിച്ചൊന്നും അറിയില്ല. ഞാൻ ആദ്യമായിട്ട് ഈ തൈ കാണുന്നതും അതുപോലെ വെച്ചത്. ഇതിൻ്റെ കമ്പൊക്കെ നട്ടിട്ട് തൈ ഉണ്ടാവുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ നമുക്കറിയാലോ, കുരുവൊന്നുമില്ലെങ്കിൽ പിന്നെ നട്ടു കൊടുക്കുക തന്നെ വേണ്ടേ. അപ്പോൾ നല്ലതായിട്ട് തൈയൊക്കെ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇപ്പോൾ ചെറിയ പരീക്ഷണമാണ് ഞാൻ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതുപയോഗിച്ചിട്ട് ഒരു ചട്നി ഉണ്ടാക്കി നോക്കി. അപ്പോൾ അതൊരു തക്കാളി ചട്നിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റായിട്ടാണ് വന്നത്. നല്ല മധുരമുണ്ട് പഴുത്തപ്പം. അപ്പോൾ ആദ്യത്തെ അങ്ങനെ ഉപയോഗിക്കാനൊന്നും പറ്റിയിട്ടില്ല. പച്ചയിൽ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് പുളിപ്പുണ്ടായിരുന്നൊന്നും നോക്കിയിട്ടില്ല. അപ്പോൾ ചട്നി ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട്. തേങ്ങയും കണ്ടല്ലോ, മുളക് പൊടി, ഉപ്പ്, ഒരു ഇഞ്ചി കഷ്ണം, ചുവന്നുള്ളി, അതുപോലെ വെള്ളവും ഒഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാ ഈ ഒരു സീഡ്ലെസ് ഇതുപോലെ ഒറ്റ സീഡും ഇല്ല കേട്ടോ, സീഡ്ലെസ് തന്നെയാണ്. അപ്പോൾ ഇതുപോലെ കണ്ടപ്പോൾ എനിക്കൊന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നി. അപ്പോൾ ഇതിൻ്റെ എല്ലിയൊക്കെ എടുത്തിട്ടാണ് ഞാൻ ഈ ചട്നിയിൽ ഇട്ട് കൊടുത്തത്. അപ്പോൾ ഇത് പകുതി ഞാൻ ജ്യൂസ് അടിക്കാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പരീക്ഷണമായതുകൊണ്ട് തന്നെ ഇതിൽ ഐസ് ക്യൂബും അങ്ങനെയൊന്നും ഇട്ട് കൊടുത്തിട്ടൊന്നുമല്ല, ഒന്ന് അടിച്ച് പരീക്ഷിച്ചതാണ്. അപ്പോൾ ആദ്യമായിട്ടുണ്ടാകുമ്പോൾ അങ്ങനെയാണല്ലോ നമുക്ക്, എന്താ പറയുക, എല്ലാവരും പരീക്ഷണം. അപ്പോൾ ഈ പരീക്ഷണം ഒരു വീഡിയോ ആയിക്കോട്ടെ എന്ന് ഞാനും വിചാരിച്ചു. അപ്പം ഈ ഒരു അല്ലിയൊക്കെ പൊട്ടാതെ തന്നെ ഇതിലിട്ട് കൊടുത്തിട്ടുണ്ട്. നല്ലോണം ഇളക്കി വന്നപ്പം നല്ലൊരു തക്കാളി ചട്നി ടേസ്റ്റ് ഉണ്ട് കേട്ടോ. പിന്നെ കടുകൊക്കെ ഒന്ന് പൊട്ടിച്ചിട്ട് കറിവേപ്പിലയും വറ്റൽമുളകും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഒഴിച്ച് കൊടുക്കാം. കുട്ടിക്കാലത്ത് ഉമ്മ ഉണ്ടാക്കുന്ന ഒരു ഓർമ്മയാണ് ഈ ഒരു ചട്നി ഇട്ടാൽ. വീട്ടിൽ വലിയൊരു നാരങ്ങ ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഇതുപോലെ ആയിരുന്നു ചട്നി ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ ഒരു പരീക്ഷണമാണ് ഞാനും പരീക്ഷിച്ച് നോക്കിയതാണ്. പിന്നെ ബാക്കിയുള്ള നാരങ്ങൻ്റെ കഷ്ണങ്ങൾ ഈ ഒരു മിക്സിൻ്റെ ജാറിലിട്ടിട്ടുണ്ട്. ഒരു മുളകും 2 പുതിനൻ്റെ ഇലയും അതുപോലെ ഒരു മുളകിൻ്റെ കഷ്ണം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആ മുളകിൻ്റെ കഷ്ണം അതിലേക്ക് അത്ര യോജിച്ചില്ല കേട്ടോ. ലേശം ഉപ്പിട്ടിട്ട് ഇളക്കിയിരുന്നു. അപ്പോൾ അത് അത്ര യോജിപ്പില്ല, കാരണം അത്രയ്ക്ക് മധുരമുണ്ട് ഇത്. അപ്പോൾ എനിക്ക് മനസ്സിലായത് നല്ല മധുരമുള്ള ഒരു സംഭവമാണ് പഴുക്കുമ്പോൾ. ഇന്ന് ഇത്രയൊക്കെ ഉള്ളൂ. ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോയുമായി വരുന്നവരെ ബൈ.